കാന്താരി തിങ്കളും കലിപ്പൻ പാശുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. വാങ്ങിയിടെല്ലാം വാങ്ങി മൂന്നുപേര് ഈ പുണ്യഭൂമിയിൽ നിന്ന് വിട പറയാൻ തയ്യാറായി കഴിഞ്ഞു. പ്രത്യേകിച്ച് തിങ്കൾ. ആളുടെ മനസ്സിപ്പോൾ അത്രയും ശാന്തമാണ്. ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം താൻ ഇവിടെ നിന്ന് കുറിക്കുമെന്ന് സ്വയം അവൾ കരുതിയിരുന്നെങ്കിലും അതിനെ ഈ ഭൂമി അവൾ ഇത്ര കണ്ട് സ്വാധീനിക്കുമെന്ന് തിങ്കൾ വിചാരിച്ചില്ല. എത്ര കണ്ട് അവൾ കഴിഞ്ഞു പോയതെല്ലാം മറന്നു കളഞ്ഞ് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞാലും ഉള്ളിനുള്ളിൽ ഇരുൾ മൂടിക്കിടന്ന പലതും ഉണ്ടായിരുന്നു. അവിടെയെല്ലാം വെളിച്ചം പകർത്തിയാണ് ഈ നഗരം വിട്ടവൾ യാത്രയാവുന്നത്. വാങ്ങിച്ചതും കൊണ്ടുപോകേണ്ടതെല്ലാം കെട്ടിപ്പൂട്ടി ബുക്ക് ചെയ്ത ഊബറിലേക്ക് അവളെയും കൊണ്ട് കയറി കഴിഞ്ഞാണ് പാർത്തിയുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇന്നലെ പെണ്ണ് ബോധമില്ലാതെയാണ് അങ്ങനെയൊക്കെ വിളിച്ചു കൂവിയതെങ്കിലും ഇന്ന് ബോധത്തിലെങ്ങാനും ഇവിടെ നിൽക്കണമെന്ന് അവൾ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊരു പേടി ഈ നിമിഷം അവനുണ്ടായിരുന്നു. അതിപ്പോ മാറിക്കിട്ടി. അങ്ങനെ ഇന്ത്യയുടെ പുണ്യപുരാതന ഭൂമിയോട് വിട പറഞ്ഞവർ തിരിച്ച് വീട്ടിലേക്ക് ട്രെയിൻ കയറി. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന പോലെ തേർഡ് AC കോച്ചിൽ തന്നെയാണ് ടിക്കറ്റ് കിട്ടിയത്. പാർട്ടിയാണ് ബുക്ക് ചെയ്തത്. B2 തേർഡ് AC കോച്ചാണ്. സീറ്റ് നമ്പർ 16, 17, 21. പക്ഷെ ഇപ്രാവശ്യം പാർട്ടി അവന്റെ സീറ്റ് ആർക്കും വിട്ടുകൊടുത്തില്ല. മിഥുൻ വരുമ്പോൾ ചെക്കൻ അവരൊരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ മിഥുന്റെ മുഖമൊന്ന് ചുളിഞ്ഞു. കൂടെ നടക്കുന്ന കൂട്ടുകാരന്റെ അസുഖം അവനും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പുറത്താണ് സീറ്റെങ്കിലും മിഥുൻ കിടക്കാൻ നേരം മാത്രം അങ്ങോട്ട് പോവുള്ളൂ. ഇരിപ്പും കഴിപ്പും നിൽപ്പും എല്ലാം ഇവരുടെ അടുത്ത് തന്നെയാണ്. ട്രെയിനിൽ സീറ്റെല്ലാം ഫുള്ളാണ്. പാർട്ടിയുടെയും തിങ്കളുടെയും ഓപ്പോസിറ്റ് ഒരു ഹിന്ദി ഫാമിലിയാണ് വന്നുവിട്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. പെൺകുട്ടിക്ക് ഒരു 10-14 വയസ്സ് കാണും. ആൺകുട്ടി കുറച്ചുകൂടി മുതിർന്നയാളാണ്. ട്രെയിനിൽ യാത്രയിൽ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. പിറ്റേന്ന് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മിഥുൻ വന്നിരുന്നു. തിങ്കളിനോട് കാര്യമായ കത്തിവെപ്പിലാണ്. പാർട്ടി ഫോൺ നോക്കി ഇരിപ്പുണ്ട്. വിൻഡോക്ക് അടുത്താണ് പാർട്ടി. അവനപ്പുറം തിങ്കളും ആൾക്കപ്പുറം മിഥുനും. ഇവന്റെ ഈ കത്തിവെപ്പ് കേട്ട് കലിവരാതിരിക്കാൻ വേണ്ടി ചെവിയിൽ ഇയർബഡ്സ് ഒന്നുകൂടെ കുത്തിക്കയറ്റി വെച്ചിരിക്കുമ്പോൾ തന്നെയാണ് പെട്ടെന്ന് തോളിലൊരു ഭാരം. പാർട്ടി ആരിതെന്ന പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ ഉറക്കം തൂങ്ങി അവന്റെ തോളിലേക്ക് ചാഞ്ഞു വീണതാണ് പെണ്ണ്. മിഥുവിനെ നോക്കുമ്പോൾ അവനവിടെ ഇല്ല. ആ ചേട്ടൻ അപ്പുറത്തേക്ക് പോയെന്ന് പാർട്ടിക്ക് നേരെ ഇരിക്കുന്ന പെൺകുട്ടി അവന് ഹിന്ദിയിൽ പറഞ്ഞു കൊടുത്തു. പാർട്ടി ആ കൊച്ചിനോട് തലയാട്ടിച്ചിരിക്കുമ്പോഴേക്കും മിഥു അപ്പോൾ തന്നെയാണ് അങ്ങോട്ട് ഫോണും എടുത്ത് വരുന്നത്. ഇവൾ ഉറങ്ങിയോടാ? പിന്നെ നിന്നെയും കാത്തിക്കണോ? അവളുടെ ചെവി കുറച്ച് സൗകര്യം കൊടുക്കാൻ അവൻ്റെ ഒരു കഥാപ്രസംഗം. ഓളാ, സീറ്റ് പോയി കിടന്നുറങ്ങാൻ നോക്ക്. പാർട്ടി മിഥുനെ നോക്കി പേടിപ്പിച്ച് ഓടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ തെണ്ടിയെന്നും പറഞ്ഞ് ചുളിഞ്ഞ മുഖത്തോടെ അവനും അപ്പുറത്തേക്ക് പോയി. പാർട്ടി ഒന്നുകൂടെ ഒതുങ്ങി ആൾക്കടുത്തേക്ക് ചെരിഞ്ഞിരുന്നതും അവന്റെ തോളിലുള്ള തിങ്കളുടെ കിടപ്പ് ഒന്നുകൂടെ സുഖമായി. ഫോൺ ക്യാമറ ഓൺ ചെയ്ത് അവൻ രണ്ടുപേരെയും കിട്ടുന്ന രീതിയിലൊന്ന് പോസ് ചെയ്ത് വെച്ചൊരു സെൽഫി എടുത്തു. പെട്ടെന്ന് ഫോൺ എടുത്ത് പോക്കറ്റിലേക്ക് വെക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടി അവൻ നോക്കി കള്ളച്ചിരി ചിരിക്കുന്നുണ്ട്. ആ കൊച്ചിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി ചിരിച്ചവൻ പുറത്തെ കാഴ്ചകളിലേക്ക് മിഴിനട്ടു. ഒരു 10-20 മിനിറ്റെങ്ങാനും കഴിഞ്ഞു കാണും. തൊട്ടപ്പുറത്തെ പാളത്തിലൂടെ പാഞ്ഞുപോയ ട്രെയിനിന്റെ മുരൾച്ചയിൽ ചെക്കൻ ഞെട്ടി കണ്ണു തുറന്നു. എപ്പോഴാണ് താനും മയങ്ങിപ്പോയതെന്ന് അവനൊരു പിടിയുമില്ല. എഴുന്നേറ്റപ്പോൾ തോളിൽ കിടക്കുന്ന തിങ്കളിൽ തലചാരി വെച്ച് അവനും കിടപ്പായിരുന്നു. അന്നേരം തന്നെയാണ് ഉറക്കം വിട്ട് അവനടുത്തിരുന്നവൾ എഴുന്നേറ്റത്. ഇത്ര നേരം അവനെയും ചാരിയാണ് ഉറങ്ങിപ്പോയതെന്നറിഞ്ഞ് ഒരു സോറി പറച്ചിലോടെ തിങ്കൾ പെട്ടെന്ന് അവനിൽ നടന്നു മാറിയിരുന്നു. പാർട്ടി അതിന് പെണ്ണിനെ കടുപ്പിച്ചൊന്ന് നോക്കുകയാണ് ചെയ്ത്. അവളുടെ ഒരു കോറി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. മനസ്സിലാവാൻ പറയുന്നേരം പാർട്ടിയുടെ മുഖം കണ്ട് താൻ കിടന്ന് അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ച് കുറച്ചുകൂടെ അവനടുത്ത് നിന്ന് ഒതുങ്ങി മാറിയിരുന്നു. അപ്പോഴേക്കും പാർട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും കിടന്നു കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളുടെ നോക്കുമ്പോൾ കണ്ണടച്ച് കിടക്കുകയാണ്. മിക്കതും അടുത്തുറക്കം തുടങ്ങിക്കാണ് അവളെന്ന് അവൻ ഉറപ്പിച്ചു. പാർട്ടി തിങ്കളുടെ മുകളിൽ അവന്റെ മിഡിൽ ബെഡ് സെറ്റ് ചെയ്തു. അങ്ങോട്ടേക്ക് കിടക്കാൻ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി. അതും ബയ്യാന്ന്. പാർട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ആ പെൺകുട്ടിയാണ്. അവൾ തിങ്കളിന് ഓപ്പോസിറ്റുള്ള ബെഡിലാണ് കിടക്കുന്നത്. എന്താണെന്ന പോലെ പാർട്ടി അവൾ നോക്കുമ്പോൾ അവൾ കിടന്ന ബെഡിൽ പില്ലോ കടയിൽ നിന്നൊരു ഡ്രോയിങ് ബുക്ക് പുറത്തെടുത്തു. അതിൽ നിന്നൊരു പേജ് കീറിയവൾ പാർട്ടിക്ക് നേരെ ചിരിയോടെ നീട്ടുമ്പോൾ അവനത് വാങ്ങി നോക്കി. ആ ഇരുണ്ട വെളിച്ചത്തിൽ ആ പെൺകുട്ടി വരച്ച ചിത്രം കണ്ട് അവന്റെ കണ്ണ് രണ്ടും വിടർന്നുപോയി. കുറച്ചു മുന്നേ കഴിഞ്ഞുപോയ നിമിഷമാണ് അവൾ വരച്ചിരിക്കുന്നത്. പാർട്ടിയുടെ തോളിൽ ചാരിക്കിടന്ന് മയങ്ങുന്ന തിങ്കളും ആളോട് ചേർന്ന് ഉറങ്ങിപ്പോയ പാർട്ടിയും ഒരു പോർട്രേറ്റ് ചിത്രമായി അത്രയും ഭംഗിയിൽ ആൾ അവളുടെ ക്യാൻവാസിലേക്ക് പകർത്തിയിരിക്കുന്നു. അവൻ ആ കുട്ടിയോട് വളരെ മനോഹരമായിരിക്കുന്നു എന്ന് ഹിന്ദിയിൽ പറഞ്ഞു. ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ള ആ പെൺകുട്ടിയുടെ പറച്ചിൽ. താങ്ക് യു ഡിയർ. മനസ്സ് നിറഞ്ഞവൻ ആ കൊച്ചിനെ നോക്കി കണ്ണു ചിമ്മി പറഞ്ഞതും നാണത്തോടെ നിന്ന് ചിരിച്ച ആ കൊച്ചതിന്റെ സീറ്റിലേക്ക് പോയി കിടന്നു. പാർട്ടി ആ ചിത്രത്തിലേക്കും ആ ഉറങ്ങിക്കിടക്കുന്നവളിലേക്കും ഒന്ന് നോക്കി. ചുണ്ട് കടിച്ചു പിടിച്ച ഒരു ചിരിയോടെ അവൻ ആ പേപ്പർ മടക്കി താഴെയുള്ളവന്റെ ബാഗിലേക്ക് എടുത്തു വെച്ചു. നല്ല ഉറക്കമായിട്ടുണ്ട് അവൾ. അതും മൂടി പുതച്ച്. ആ തല മാത്രം പുറത്തേക്കാണ്. പാർട്ടിയുടെ കൈ അവൾക്ക് നേരെ ഉയർന്നു. പതിയെ പെണ്ണിന്റെ നെറ്റിയിലൊന്ന് തഴുകിയവൻ. നാളെ ഈ യാത്ര അവസാനിച്ച് വീട്ടിലേക്ക് എത്തും. പിന്നെയും ചങ്കരം തെങ്ങുമേലെന്ന പോലെ ഇവളൊന്നും നോക്കുകൂടെ ചെയ്യില്ല തന്നെ. വലിഞ്ഞു മുറിയ മുഖത്തോടെ ഇച്ചിരി നേരം നിന്നവൻ
നിന്റെ അറ്റൻഷൻ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമോളെ. അങ്ങനെ ഇപ്പൊ പഴയ പോലെ എന്നെ അങ്ങ് വെറുതെ തട്ടിക്കളയാൻ നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഈ പാർത്തി നിന്റെ ഉറക്കം കിടന്ന് എങ്ങനെയെന്ന് നിനക്ക് കാണിച്ചു തരാം. കുറുമ്പോട് അവിടെ കവിളിൽ തട്ടി അടക്കം പറഞ്ഞുകൊണ്ടാൻ മുകളിലേക്ക് മിഡിൽ ബർത്തിലേക്ക് കയറി കിടന്നു. തിരിഞ്ഞും മറിഞ്ഞും താഴെ കിടക്കുന്നവൾ എത്തിച്ചു നോക്കി എപ്പോഴോ മയങ്ങിയും പോയി. പിറ്റേന്ന് രാത്രി 8 മണിയോട് അടുത്താണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ 3 പേരും വന്ന് ഇറങ്ങിയത്. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ ചെറുവത്തൂരിലേക്ക് തിരിച്ചത്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് തിരിച്ചു വരും വഴി കാര്യം സാധിക്കാൻ ബൈക്കൊരിടത്ത് ഒതുക്കി അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് ഉദയ്. അതിന്റെ കൂടെ തന്നെ ശ്യാമും വിജീഷുമുണ്ട്. രണ്ടെണ്ണവും റോഡിൽ നിന്ന് ഒതുങ്ങി മാറി സിഗരറ്റ് വലിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കാർ അവരെ പാസ് ചെയ്ത് പോകുന്നത്. അവിടെ ഒരു അമ്പുള്ള കൊണ്ട് സ്ലോ ആക്കിയ കാറിനുള്ളിരിക്കുന്ന തിങ്കളിനെയും മിഥുനെയും പാർത്തിയെയും വ്യക്തമായി കണ്ടു അവർ. ഈ പെണ്ണെന്താ ഇവരുടെ കൂടെ? വിജീഷ് തെല്ലൊരു അതിശയത്തോടെ ശ്യാമിനെ നോക്കി. പക്ഷെ അവനൊരു കുലുക്കവും ഇല്ല. അവള് കാശിക്കെങ്ങാണ്ട് പോയിരിക്കായിരുന്നടാ. ഇവന്മാരുണ്ടായിരുന്നു കൂടെ. അച്ഛനമ്മയും പറഞ്ഞ കാര്യങ്ങൾ അവൻ അറിയാലോ. അവന്മാരുടെ കൂടെ പോയെന്നോ? വിജീഷിന്റെ മുഖത്ത് വഷളം നിറഞ്ഞൊരു ചിരി തെളിഞ്ഞു. എന്താടാ ചോദിച്ചുകൊണ്ട് ഉദയ് വരുമ്പോൾ ഒന്നുമില്ല പോവാ എന്നും പറഞ്ഞ് വിജീഷിന്റെ വർത്തമാനത്തിന് വലിയ ശ്രദ്ധ കൊടുക്കാതെ ശ്യാം ബൈക്കിലേക്ക് കയറുമ്പോൾ ഉദയും അവന് പിന്നിൽ വിജീഷും ആ ബൈക്കിൽ തന്നെയാണ് കയറിയത്. മിഥുനെ വീട്ടിലിറക്കി രാത്രി ആയതുകൊണ്ട് ഇറങ്ങാൻ നിൽക്കാതെ അശോകനോടും പ്രവീണയോടും പറഞ്ഞ് ചാന്ദിനെയും കൂട്ടി തിങ്കൾ ഊബറിന് വീട്ടിലേക്ക് വന്നു. പാർത്തി മിഥുന്റെ അവിടെ ഇറങ്ങി അവന്റെ ബൈക്കും എടുത്ത് കാറിന് പുറകെ വരുന്നുണ്ട്. ഊബറിന്റെ പൈസ പാർത്തി മുൻകൂട്ടി കൊടുത്തിരുന്നു. അതിനു മുന്നേ ഈ യാത്രയുടെ ചെലവ് നോക്കി പറയാൻ പാർത്തിയോട് പറഞ്ഞിരുന്നു തിങ്കൾ. പ്രത്യേകിച്ച് ഒരു കൂസലൊന്നുമില്ലാതെ അവനൊരു തുക പറയുമ്പോൾ തിങ്കളൊന്നും നോക്കിയത് അവളുടെ ഏകദേശം ഇവരുടെ കൂടെ പോയ തന്റെ ചെലവ് കണക്കൂട്ടിയപ്പോൾ കിട്ടിയ തുക തന്നെയാണത്. ആ കാശ് അപ്പോൾ തന്നെ പാർട്ടിക്ക് അവൾ ജിപേ ചെയ്ത് കൊടുത്തിരുന്നു. അതോടെ ആ കടം തീർന്നല്ലോ. രാത്രി ആയതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാൻ നിൽക്കാതെ മോള് പോയി കിടന്നു വരയ്ക്കാം, നാളെ കാണാം എന്ന് ചാന്ദിനി പറയുമ്പോൾ ഒന്ന് തലയാട്ടി തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് അവൾ സ്വന്തം വീട്ടിലേക്ക് നടന്നു. ആ കുട്ടിയുടെ മുഖത്ത് ഇവിടുന്ന് പോയതിനേക്കാളും തെളിച്ചുണ്ട് അല്ലേടാ? ചാന്ദിനി വാതിൽ തുറന്ന് അകത്തേക്ക് നടന്നുകൊണ്ട് പറയുമ്പോൾ ചന്തുവിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവൻ അമ്മയെയും അവൾ പോയ വഴിയും നോക്കി. ചിലപ്പോൾ അത്രയൊക്കെ ബുദ്ധി അതിന് കാണും. എന്താണ് നീ ഒന്നും മിണ്ടാത്തെ? അവളുടെ മുഖത്ത് തെളിച്ച് ഇത്ര വിട്ടെന്ന് കണ്ടുപിടിച്ചോ? എന്നാൽ സ്വന്തം മോന്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കി പറഞ്ഞേ. അമ്മയുടെ കൈ രണ്ടിലും പിടിച്ചിരുത്തി പാർത്തി പുരികം പൊക്കി ചോദിക്കുന്ന നേരം ചന്തുവിനെ കണ്ണുചുരുക്കി സൂക്ഷിച്ചു നോക്കി. 2 കൊമ്പ് ഒളച്ചിട്ട് നിന്റെ തലയിൽ അവൻ്റെ ഒരു വ്യത്യാസം, അങ്ങോട്ട് മാറി ചെക്കാം. പറയിലും അവന്റെ കൈയും തട്ടിമാറ്റി ആ കവിളിൽ പിടിച്ച് അമർത്തിയൊരു വലയും കൊടുത്ത് ചാന്ദിനി അവനെയും കടന്നു പോകുമ്പോൾ ചന്തു ഒന്ന് വിളിച്ച് ചിണുങ്ങിക്കൊണ്ടവൻ അമ്മയുടെ പുറകെ തന്നെ ചെന്നിരുന്നു. പിറ്റേന്ന് തിങ്കൾ എഴുന്നേറ്റപ്പോൾ വൈകിപ്പോയി. ഒരാഴ്ചയോളം വീട് പൂട്ടിക്കിടന്നുകൊണ്ട് ഒന്ന് അടിച്ചു വൃത്തിയായി തുടച്ചു കഴിഞ്ഞിട്ടാണ് തിങ്കൾ കയറി കിടന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. യാത്രയുടെ ക്ഷീണം കൊണ്ട് പിന്നെ കണ്ണു തുറക്കുമ്പോൾ സമയം 8 മണി കഴിഞ്ഞിരുന്നു. കുറച്ചുനേരം എഴുന്നേറ്റ് ചമ്രം പടിഞ്ഞിരുന്നവൾ മനസ്സൊന്ന് ശാന്തമാക്കി. മുഖമൊന്ന് കഴുകി ബ്രഷും പേസ്റ്റും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പെണ്ണിന് വിശന്നു തുടങ്ങിയിട്ടുണ്ട്. പുട്ടിനുള്ള പൊടിയിരിപ്പുണ്ട് അടുക്കളയിൽ. കറിയായി പയറിയിരിക്കുന്ന കുത്തി കാച്ചാമെന്ന് കരുതി പള്ളി തേച്ച് വായുമുഖം കഴുകി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അരമതിലിനപ്പുറത്ത് നിന്ന് ചാന്ദിനിയുടെ വിളി. മതിൽമേലൊരു കാസറോളും വെച്ചാണ് നിൽപ്പ്. ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ അല്ലേ? ഞാൻ കുറച്ചു മുന്നേ വന്നപ്പോഴും മോള് ഉറക്കായിരുന്നു. ഇനിയിപ്പൊ കാലത്തൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഇതങ്ങ് കഴിച്ചോ, നൂലപ്പവും കറിയോ. പറയലും ചാന്ദിനി ആ കാസറോൾ അവിടെ കയ്യിലേക്ക് വെച്ചെടുക്കുമ്പോൾ തിങ്കളത് വാങ്ങി. മോളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ? ഇല്ല. പുട്ടുണ്ടാക്കി കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാനുള്ള മടിയോടെ തന്നെയാണ് അവൾ നിന്ന്. അതിന് പ്രധാന കാരണം വിശപ്പ് തന്നെയാണ്. എന്നാ പോയി കഴിച്ചോ, ഞാൻ പോട്ടെ, പണിയൊന്നും കഴിഞ്ഞില്ല, ഞാനും എഴുന്നേൽക്കാൻ വൈകിന്ന് എന്ന് ചാന്ദിനി പറഞ്ഞിരുത്തുമ്പോൾ ഒന്ന് തലയാട്ടി ചാന്ദിനിയുടെ ഒരു താങ്ക്സും പറഞ്ഞ് തിങ്കളങ്ങ് പോയതും നല്ലൊരു ചിരി അവരുടെ മുഖത്തും തെളിഞ്ഞു. തിരിച്ചടുക്കള വാതിലൂടെ ചാന്ദിനി അകത്തേക്ക് കയറുമ്പോൾ പാർത്തി അകത്തുണ്ട്. ചന്തുകൾക്ക് ഭക്ഷണം കൊടുത്തല്ലേ? ചുമരും ചാരിന്ന് അവന്റെ ചോദ്യം. ആ ചോദ്യത്തിന്റെ ട്യൂണിൽ ചാന്ദിനി മുഖമൊന്ന് ചുളിച്ചെങ്കിലും കൊടുത്തെന്ന് തലയാട്ടി കാണിച്ചു. പാർത്തി 2 അടി അമ്മയുടെ അടുത്തേക്ക് നടന്നു. ഇനി അവന്റെ നൂലപ്പെടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ ചെക്കൻ അലമ്പാക്കുമെന്ന് പേടിച്ച് നിൽക്കുന്ന ചാന്ദിനി അടുത്ത് വന്നവൻ കവിളിൽ ഉമ്മ കൊടുത്തു. നന്നായി. അത്രയും പറഞ്ഞ് ഉമ്മ കൊടുത്ത കവിളിൽ തന്നെ ഒരു നുള്ളുന്നുള്ളി അവൻ തിരിച്ചു പോകുമ്പോൾ ഈ ചെക്കന് ഇത് എന്ത് പറ്റി എന്നോർത്ത് കണ്ണുമിഴിച്ച് നിൽപ്പുണ്ട് ചാന്ദിനി. ചാന്ദിനി കൊടുത്ത നൂലപ്പവും കുറുമക്കറിയും കഴിച്ചു കഴിഞ്ഞ് അരി അടുപ്പത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി തിങ്കൾ. ചൂലെടുത്ത് മുറ്റടിച്ചു വാരി കഴിഞ്ഞ് വീടിനകം അടിച്ചു വാരിയിട്ട ശേഷം ഇന്നലെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ബാഗിൽ നിന്ന് എടുത്തു വെച്ചു. ചാന്ദിനിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കവറിലാക്കുമ്പോഴും അപ്പുറന്ന് ഹൈ വോളിയത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അവിടെ നിന്നുള്ളത് തന്നെയാണ് ഇത്. തിങ്കളും മിക്കപ്പോഴും ആ പാട്ട് ആസ്വദിച്ച് തന്നെയാണ് അവിടെ രാവിലത്തെ പണികൾ ചെയ്യുന്നത്. പക്ഷെ ഇന്നെന്തോ സാധാരണ വെക്കുന്നതിനേക്കാൾ നല്ല ഉച്ചത്തിലാണ് പാട്ട്. അതെന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ചാന്ദിനി കൊടുക്കാനുള്ള സാധനങ്ങളുടെ കവറെടുത്തവൾ വാതിലും ചാരി നേരെ അപ്പുറത്തേക്ക് നടന്നു. ചീക്കു അവിടെയാണല്ലോ. അവന് വാങ്ങുമ്പോൾ കൈയോടെ തന്നെ സാധനങ്ങൾ കൊടുത്തേക്കാമെന്ന് കരുതിയവൾ ആ സമയം തന്നെയാണ് അപ്പുറത്ത് ഉയർന്ന ശബ്ദത്തിൽ വെച്ചിരിക്കുന്ന പാട്ടിൽ മതിമറന്ന് ചൂടുവെക്കുകയാണ് പാർത്തി.
പക്ഷെ അവൻ ഒറ്റക്കൊന്നുമല്ല, ചാന്ദിനിയെയും പിടിച്ചിട്ടിട്ടുണ്ട് കൂടെ. ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ മുതൽ തന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയ കണക്കായിരുന്നു പാർത്തിക്ക്. കാശിയിൽ അവൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഉള്ളിലുള്ളൊക്കെ അടക്കി വെച്ച് പെണ്ണിൻ്റെ കൂടെ നടക്കാനും വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളങ്ങ് കൺവെട്ടെന്ന് പോയതോടെ ഒന്നും അടക്കി പൂട്ടി വെക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു എക്സ്പ്രസീവ് ക്യാരക്ടറാണ് പാർത്തിയുടേത്. ഉള്ളിലുള്ളവൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അധിക നാളൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെയൊന്നും അവൻ ഒളിപ്പിച്ച് വെക്കാറുമില്ല. ഇതിപ്പോൾ രാവിലെ വെറുതെ എന്നത്തെയും പോലെ പാട്ട് വെച്ചതവൻ. വന്നതൊക്കെയും പ്രണയഗാനങ്ങൾ. അതിപ്പോൾ അതിൻ്റെ രീതി അങ്ങനെയാണല്ലോ. പ്രണയിക്കുമ്പോൾ പ്രണയഗാനങ്ങളും നിരാശപ്പെട്ടിരിക്കുമ്പോൾ നിരാശാഗാനങ്ങളും അടക്കം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാട്ടുകൾ ആ സമയം കൃത്യമായിട്ട് വരുന്നതിന് നമ്മളത്ര അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, സ്വാഭാവികം. ഫോണിൽ വരെ വീഡിയോസും റീൽസും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ചാണ് പാട്ടുകൾ വരുന്നത്. എന്തായാലും കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിങ്കളിനെ ഓർത്ത് ആ പ്രണയഗാനങ്ങൾ കേട്ട് ചെക്കൻ വേറെ ലോകത്തായിരുന്നു. കുളിയും കഴിഞ്ഞൊരു ടീഷർട്ടും ഷോർട്ട്സ് എടുത്തിട്ട് അവൻ പാട്ടിനനുസരിച്ച് ഡാൻസും കളിച്ച് കറങ്ങി തിരിഞ്ഞാണ് അടുക്കളയിൽ ചാന്ദിനിയുടെ അടുത്തേക്ക് എത്തിയത്. പാട്ടിന്റെ സൗണ്ട് ഉറക്കട എന്ന് പറഞ്ഞ് ഒച്ചയെടുത്ത് തൊണ്ട പൊട്ടി തിരിയുമ്പോൾ ഒരുത്തന്തയെ തുള്ളിക്കൊണ്ട് വരുന്നു. എന്താണോ നിനക്ക് നടുക്കൽ പണിയെടുക്കുന്ന നേരം വലിച്ചുകൊണ്ട് പോയിരുന്നോ ഈ ചാന്ദിനി ചോദിച്ചെങ്കിലും അവിടെ സ്പീക്കറിൽ നിന്ന് കേൾക്കുന്ന പാട്ടിനൊപ്പം തന്നെ ചന്തുവിനെയും വലിച്ചു കൊടുവെക്കാൻ തുടങ്ങിയിരുന്നവൻ. കൂടെ മന്മുവും അവർക്ക് ചുറ്റും ചെറുതായി കുരച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വന്ന തിങ്കൾ 2-3 പ്രാവശ്യം കോളിംഗ് ബെൽ അടിച്ചു. ചാന്ദിനി അവൾ വിളിക്കുകകൂടെ ചെയ്തു. പാട്ട് ഉച്ചത്തിലല്ലേ വെച്ചിരിക്കുന്നത്. മന്മുവിന്റെ കുരയകത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അവർ കേൾക്കുന്നുണ്ടാവില്ലെന്ന് തോന്നിയവൾ ചെരിപ്പൂരി വീടിനുള്ളിലേക്ക് കയറി. കൈ വിടർത്തി നെഞ്ചിൽ വെച്ച് ചന്തുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് വാരിയെടുത്തവൻ അവസാനത്തെ കാതൽ വന്തയിൽ കറങ്ങി നേരെ നോക്കിയത് വാതിൽക്കലിൽ കണ്ണും വിടർത്തി നോക്കി നിൽക്കുന്നവളിലേക്കാണ്. കുരുത്തം കെട്ടവൻ, താഴെ ഇറക്കട എന്നെ. പാർത്തിയുടെ നെഞ്ചിനിട്ട് ഒരു കുത്തുകുത്തി ചാന്ദിനി. എവിടെ? അവനിപ്പോഴും വാതിൽക്കലേക്ക് നോക്കി സ്വയം മറന്ന് നിൽക്കുന്നുണ്ട്. അവന്റെ ഉള്ള ഒന്നുകൂടെ മൊഴിയുമ്പോൾ ആ കണ്ണിലും പ്രണയം നിറഞ്ഞു തുളുമ്പി. ചാന്ദിനി നെറ്റിയെന്ന് വിളിച്ച് അവനെ ആ നോട്ടം പിന്തുടരുമ്പോൾ ആകെ പതിരി നിൽപ്പുണ്ട് തിങ്കളവിടെ. ആ മോളെ, എന്താ അവിടെ തന്നെ ഇരിക്കുന്നത്? ഇങ്ങനെ കയറിവാ. പറയിലും പാർത്തിയുടെ കയ്യിൽ കിടന്ന് കുതിരുമ്പോൾ ബോധം തിരിച്ചു വന്നവൻ ചാന്ദിനിയെ നിലന്തൊഴിച്ചിട്ടുണ്ട്. ഞാൻ കോളിംഗ് ബെൽ അടിച്ചിരുന്നു, ആരും കേട്ടില്ല. കുറച്ചൊരു ജാളിയതയോടെ അവൾ പറയുമ്പോൾ ചാന്ദിനി എന്താ മോളെ എന്ന് ചോദിച്ച് ഒന്നുകൂടെ അവൾക്കടുത്തേക്ക് ചെന്നു. പാട്ടിപ്പോഴും പ്ലേ ചെയ്യുന്നോട് അവൾ പറഞ്ഞ് ശരിക്കും കേട്ടില്ല. അവർ അതൊന്ന് നിർത്തിവെക്കിന്റെ പാച്ചു. ചാന്ദിനി തിരിഞ്ഞവനെ നോക്കി കുറച്ച് ദേഷ്യപ്പെടുന്നതിനെ പറയുമ്പോൾ അമ്മയെ കടുപ്പിച്ച് നോക്കി റിമോട്ട് എടുത്തവൻ ആ പാട്ടങ്ങ് ഓഫ് ചെയ്തു. എന്താ മോളെ പറഞ്ഞേ? ഞാൻ കോളിംഗ് ബെൽ അടിച്ചിരുന്നു, ആന്റി വിളിക്കൂടെ ചെയ്തു, എന്നിട്ടും ആരെയും കാണാതായപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന. കുറച്ചൊരു ജാളിതയോടെയാണ് അവളത് പറഞ്ഞ്. കാരണം അവർ അമ്മയുടെയും മകന്റെയും പ്രൈവറ്റ് സ്പേസിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറി വന്ന പോലെ ആയില്ലേ താൻ. അതിനിപ്പോ എന്താ മോളെ? പിന്നെ ഈ ചെറുക്കൻ പാട്ട് വെച്ച് മനുഷ്യന്റെ കണ്ണും ചെവിയും പൊട്ടിച്ചു. അതാ മോള് വിളിച്ചിട്ടും കേൾക്കാണ്ടിരുന്നേ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞെന്നറിയാം സൗണ്ട് ഒന്ന് കുറക്കാൻ. എവിടെ? എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടുവന്ന് വെറുതെ തുള്ളുക. എൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മര്യാദക്ക് ഒരു സ്റ്റെപ്പ് ഇടാൻ അവനറിയില്ലെന്നേ. അതൊക്കെ പോട്ടേന്ന് വെക്കാൻ മോളെ. ഇന്നലെ വന്നപ്പോൾ മുതൽ തുടങ്ങിയവൻ്റെ ഈ പാട്ടും കൂത്തും തുള്ളലും എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ഇവനെ ആ കാശിൽ വെച്ച് വരെ സ്വാമിമാരും തലക്കടിച്ചിരുന്നോ? അടിച്ചിട്ടുണ്ടാവും. ഇവൻ്റെ കയ്യിലിപ്പോൾ അങ്ങനെ തന്നെയല്ലേ? ചാന്ദിനി കാര്യമായി തന്നെ തിങ്കളോട് ചോദിച്ചു നിർത്തുമ്പോൾ ഈ തള്ളേനെ കൊണ്ട് എന്ന പോലെ അമ്മയെ രൂക്ഷമായി നോക്കി നിൽപ്പുണ്ട് പാർത്തി. അതിനൊപ്പം ചാന്ദിനിയുടെ വർത്തമാനം കേട്ട് പരസ്യമായി ചിരിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ അവൾ ചിരിക്കുന്നുണ്ടെന്ന് പെണ്ണിന്റെ മുഖത്തേക്ക് അത്രമേൽ സൂക്ഷ്മമായി നോക്കി നിൽക്കുന്നവൻ കണ്ടുപിടിച്ചു. അതും വെറും ചിരിയല്ല, തന്നെ അവൾ കളിയാക്കുകയാണ്. അവളിലേക്ക് വന്ന അവിടെ ഒരു നോട്ടത്തിൽ തന്നെ ചെക്കനത് മനസ്സിലാക്കി. എൻ്റെ തലക്കിട്ട് ആരും അടിച്ചിട്ടില്ല. ചിലരവിടെ വെച്ച് തലക്കടിക്കണ സാധനം വാങ്ങി മോന്തിയായിരുന്നു. ആർക്ക് ചിലപ്പോൾ അടിച്ചു കാണും. നന്നായി ഒന്ന് കുത്തി പറഞ്ഞവൻ കയ്യും കെട്ടി അടുത്തുള്ള ചുമരും ചാരി നിൽക്കുമ്പോൾ പെണ്ണിന്റെ മിഴികൾ പെട്ടെന്ന് വെട്ടിപ്പിടഞ്ഞുകൊണ്ട് പാർത്തി ചുണ്ടടിച്ചു പിടി ചിരിച്ചു. ആ അതെന്ത് സാധനടാ? ചാന്ദിനി കാര്യം മനസ്സിലാവാൻ നെറ്റി വിളിച്ച് നോക്കി. അതമ്മ പാർത്തിക്ക് പറയാൻ പറ്റിയില്ല. ആന്റി, ഇത് ഞാൻ ആന്റിക്ക് വേണ്ടി വാങ്ങിച്ചതാ. അതിനു മുന്നേ തന്നെ കൈയുള്ള കവർ ചാന്ദിനിക്ക് നീട്ടിയവൾ പാർത്തിയെ കടുപ്പത്തോടെ നോക്കാനും മറന്നില്ല. അവനവിടെ യാതൊരു കൂസലില്ലാതെ തന്നെ നിൽപ്പുണ്ട്. ചാന്ദിനി അപ്പോഴേക്കും എനിക്കോ എന്ന കുഞ്ഞൊരു അതിശയത്തിൽ സന്തോഷത്തോടെ തന്നെ അവളുടെ കയ്യിൽ നിന്ന് ആ കവർ വാങ്ങിച്ചു. മോളെ, മോള് വാ, വന്നിരിക്കേ. പാച്ചു, മോൾ കുടിക്കാൻ ചായ എടുത്തേ നീ. വേണ്ട ആന്റി, ഞാനീ തരാനും ചീക്കുവിനെടുക്കാനും വന്നാ. നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ചീക്കുവിനൊക്കെ തരാൻ്റെ കുഞ്ഞെ, കുറച്ചു നേരം ഒന്ന് ഇരിക്കും ഇവിടെ. ഇങ്ങോട്ടൊന്ന് എത്തിച്ച് നോക്കി പോയില്ലാതെ അകത്തേക്ക് കയറിയിട്ടില്ലല്ലോ മോള്. അതുകൊണ്ട് ചായ കുടിച്ചിട്ട് പോയാൽ മതി. നിർബന്ധിച്ച് പറഞ്ഞ് അവളെയും പിടിച്ച് സെറ്റിയിലിരുന്ന് ചാന്ദിനി തിരിഞ്ഞ് പാർത്തിയെ നോക്കി. ഇല്ല, അവന് നിന്നെടുത്ത് കാണുന്നില്ല. അടുക്കളയിലാണെങ്കിൽ തട്ടലും മുട്ടലും. പറഞ്ഞപ്പോഴേക്കും അവൻ ചായ എടുക്കാൻ പോയോ? തെല്ലൊരു അത്ഭുതത്തോടെ ചിന്തിച്ച് ചാന്ദിനി തിങ്കളിനെ നോക്കുമ്പോൾ അവൾ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും പുഷ്പു എവിടുന്നൊക്കെ ഓടി വന്നവരുടെ മേലെ മുട്ടിയിരുമി മടിയിലേക്ക് കയറിയിരുന്നു. മന്മ അവർക്ക് താഴെ സെറ്റിയുടെ അടിയിൽ വന്ന് കിടപ്പുണ്ട്. ഈ പെണ്ണ് ഇറങ്ങിപ്പോയടി. ചാന്ദിനി പുഷ്പിനെ നേർക്ക് ദേഷ്യപ്പെടുമ്പോൾ സാരമില്ല ആന്റിയെന്ന് തിങ്കൾ തടഞ്ഞു. ആള് നോക്കിയും തലയാട്ടി ചാന്ദിനി കൈയുള്ള കവർ തുറന്നു നോക്കി. ഒരു പേസ്റ്റൽ ലൈം ഗ്രീൻ കളറിൽ പ്യുവർ ബനാറസ് സിൽക്ക് ഹാൻഡ്ലൂം തുപ്പട്ടയാണ് ആദ്യം.
ഇഷ്ടായോ? സംശയത്തോടെ അവളുടെ ചോദ്യം. പിന്നെ ഇഷ്ടാവാതെ, നല്ല ഭംഗിയുണ്ട്. നിറഞ്ഞ ചിരിയോടെ അതിലൊന്ന് തഴുകിക്കൊണ്ട് കവറിലുള്ള വേറെയും സാധനങ്ങൾ എടുത്തു നോക്കി ശാന്തിനി. മാലയും കമ്മലും പേഴ്സും ഹാൻഡ് ബാഗും പിന്നെ ബനാറസ് മിഠായിയൊക്കെയായി കുറച്ച് ഐറ്റംസും പിന്നെ ഒരു പൗച്ചിൽ മനുവിൻ്റെയും പുഷ്പുവിൻ്റെയും കഴുത്തിലിടാൻ ചെറിയ മണിയുള്ള പെറ്റ് കോളറും വാങ്ങിയിട്ടുണ്ടായിരുന്നു തിങ്കൾ. കൂടാതെ ഒരു കുപ്പിയിൽ ഗംഗാജലം അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചാന്ദിനിയെല്ലാം നിറഞ്ഞ മനസ്സോടെയും കണ്ണോടെയും അത് സ്വീകരിച്ചു. പാർത്തിയല്ലാതെ മറ്റാരും ആർക്കു വേണ്ടി അങ്ങനൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. അതും തന്നെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ളവയാണെല്ലാം. പുഷ്പുവിനും മന്മുവിനും അപ്പോൾ തന്നെ ആ പെറ്റ് കോളർ ചാന്ദിനി ഇട്ട് കൊടുക്കുമ്പോഴാണ് ചായയുമായിട്ടൊരുത്തൻ്റെ വരവ്. ചാന്ദിനിക്ക് എടുത്തിട്ടുണ്ടവൻ ചായ. തിങ്കളും ചാന്ദിനി അവനെ മുഖമേർത്തി നോക്കുമ്പോൾ പാർത്തിയുടെ നോട്ട് അവൾ വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങളിലേക്കായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.